നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അഹമ്മദാബാദിലെ വിമാനാപകടം നടന്ന സ്ഥലത്ത് നിന്ന് 265 മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതായി റിപ്പോർട്ട്. വാർത്താ ഏജൻസിയായ PTI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എങ്കിലും അപകടത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്നതിൽ ഔദ്യോഗികമായ അന്തിമ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. 230 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. BJ മെഡിക്കൽ കോളേജിലെയും മേഘാനി നഗർ സിവിൽ ആശുപത്രിയുടെയും റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകളും ഹോസ്റ്റലുകളുമുള്ള സ്ഥലത്താണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള 5 പേരുടെ മരണം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ കൃത്യമായ മരണസംഖ്യ പുറത്തു വന്നിട്ടില്ല. വിദ്യാർത്ഥികളിൽ പലരെയും കാണാതായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം 290-ലേറെ പേർ മരിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു. DNA പരിശോധനയ്ക്ക് ശേഷം മരണസംഖ്യ പ്രഖ്യാപിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ 241 പേരും മരിച്ചു. രമേഷ് വിശ്വാസ് കുമാർ 38 എന്നയാളാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടുന്നു. പത്തനംതിട്ട സ്വദേശിയും നഴ്സുമായ രജിത G നായർക്കും അപകടത്തിൽ ജീവൻ നഷ്ടമായി. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെ സമീപത്തുള്ള BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു. എയർ ഇന്ത്യ വിമാനം ഇടിച്ചിറങ്ങിയ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ 5 വിദ്യാർത്ഥികൾ മരിച്ചതായി സ്ഥിരീകരണം. 4 മെഡിക്കൽ വിദ്യാർത്ഥികളും ഒരു PG റെസിഡൻറ്റുമാണ് മരിച്ചതെന്ന് റിപ്പോർട്ടുകൾ. വിമാനം ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് വീണ് കത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇവിടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയാണ് ആദ്യം പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിമാനം തകർന്ന് വീണ് മെഡിക്കൽ ഹോസ്റ്റലിൽ 400-ലധികം പേരുണ്ടായിരുന്നു. ഇവരിൽ 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് വിവരം. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 23-ാം നമ്പർ റൺവേയിൽ നിന്ന് പറന്നുയർന്ന AI-171 ബോയിങ് 787 ഡ്രീം ലൈനർ ഇന്നലെ ഉച്ചയ്ക്ക് 1:38 അപകടത്തിൽപ്പെട്ടത്. പറന്നുയർന്ന് 625 അടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചിരുന്നു. പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ 230 പേർ യാത്രക്കാരും 12 പേർ ക്യാബിൻ ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ 242 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 169 ഇന്ത്യക്കാരും 53 ബ്രിട്ടീഷ് പൗരന്മാരും 7 പോർച്ചുഗീസുകാരും 1 കനേഡിയൻ പൗരനും യാത്രക്കാരുടെ ലിസ്റ്റിലുണ്ട്.